10-15 പേപ്പറിൽ ഫുള്ള് തമ്പിടിച്ച് ഓരോ പ്രാവശ്യം തമ്പിടുമ്പോഴും നെഞ്ചിങ്ങനെ ഇടിക്കുകയാണ്. ജാതി കൊണ്ടും അതുകൊണ്ട് രാഷ്ട്രീയം എല്ലാം ഉണ്ട്. ഞാൻ കണ്ട ഒരു പ്രവാസമാണ്. ഈ മണ്ണിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ മണ്ണ് ചിലപ്പോൾ നമ്മളെ കൈ പിടിച്ചതാണ്. പ്രവാസിയായിരിക്കുന്ന സൗദിയിൽ വരുന്ന എല്ലാവരും പറയും പൈസക്കൊരു ബർക്കത്തുള്ളൊരു സ്ഥലമാണ്. സമ്പാദിക്കാനാണ് പ്രവാസത്തിൽ വന്നത്. പക്ഷേ കിട്ടിയ സമ്പാദ്യം മുഴുവനും ചില ആൾക്കാർക്ക് പറയാറുണ്ട് സൗദിയിൽ ഒന്നുമില്ല എന്നുള്ളത്. പക്ഷേ സൗദി കാണാൻ ഒരുപാടുണ്ട്. സൗദിയാണ്. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. ശ്രീ നിതിൻ കണ്ടംപേത്ത് സൗദിയിൽ ദമാമിലാണ് പ്രവർത്തിക്കുന്നത്. ലോകം മുഴുക്കെ അദ്ദേഹത്തിന് പരിചയക്കാരും ആരാധകരും ഉണ്ടെന്ന് വേണമെങ്കിലും പറയാവുന്ന ഒരു വ്ളോഗറാണ്, യൂട്യൂബറാണ്. അദ്ദേഹമാണ് ഇന്ന് മറക്കില്ല ഞാൻ ഈ പ്രവാസത്തിൽ തൻ്റെ ഓർമ്മകളിലേക്കൊന്ന് തിരിഞ്ഞു പോകുന്നത്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. കാരണം ആർക്കും ഇനി അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അത് പറയുന്നത്. വണ്ടി സൈഡിൽ വെച്ച് എല്ലാം ഇതൊക്കെ ആക്കിയിട്ട് നമ്മൾക്കൊരു സ്വഭാവമുണ്ട്. വണ്ടി ഒരു സ്ഥലത്തു നിന്ന് ഒരു യാത്ര ചെയ്തിട്ട് അടുത്ത യാത്ര പോകുമ്പോൾ തന്നെ വണ്ടിയിലുള്ള സാധനം മുഴുവൻ തട്ടിയിടുക. ഓക്കെ, തട്ടിയിടുന്നില്ല. അത് വിട്ട് വണ്ടി എടുത്ത് ഇതേപോലെ തന്നെ വണ്ടി എടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ നമ്മളെ ലാൻഡ് ക്രൂയിസറിൽ നമ്മൾ ഇതിനുള്ളിലേക്കൊക്കെ കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞ് എൻ്റെ പുള്ളിക്ക് നല്ല മാവിൻ്റെ അവിടെ ഒരുപാട് മാമ്പഴത്തിൻ്റെ തോപ്പുകളുണ്ട്, അതിൻ്റെ എസ്റ്റേറ്റുകളുണ്ട് കുറേ. അത് കാണാൻ നമുക്ക് നീ കുറച്ച് മാമ്പഴമൊക്കെ തരാം. മക്കളൊക്കെ ഉള്ളതിന് ഭയങ്കര ഇഷ്ടമായി. പ്രായമുള്ളൊരു ഉപ്പാപ്പയായിരുന്നു. കൂട്ടിക്കൊണ്ടുപോകുന്ന ബാക്കിൽ നിന്നുണ്ട് അടുത്ത എൻവയോൺമെൻറ്റൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. അവിടെ ഏറ്റവും സ്ട്രിക്റ്റാണ് എൻവയോൺമെൻറ്റൽ സെക്യൂരിറ്റി. കോസ്റ്റ് ഗാർഡ് അല്ല കേട്ടോ. ബാക്കിൽ നിന്ന് ഹോണടിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റീൽസൊക്കെ എടുക്കുന്ന രണ്ടുപേരും കാണുന്നുണ്ട്. അവിടെ നിന്ന് ഹോണടിച്ചിട്ട് നിർത്തിച്ചു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു എന്തോ പന്തികേടുണ്ട്. നിർത്തിയിട്ട് പറഞ്ഞു അറബിയിൽ നല്ല എനിക്ക് ശരിയായ അറബിയാണ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ല. പുള്ളി അളത്താലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പോകാൻ വേണ്ടിയിട്ട്. വണ്ടി എടുത്തിട്ട് പിന്നാലെ പോകുമ്പോൾ വണ്ടി പുഴിയിൽ താണപ്പോൾ പൊക്കാനുള്ള ഒരു വാക്കില്ല. പക്ഷേ അദ്ദേഹം തന്നെ ആ മിലിറ്ററിക്കാർ തന്നെ നമ്മളെ ഉപദ്രവിക്കാം എന്നുള്ള രീതിയിൽ ഉപദ്രവിക്കാൻ വന്നതല്ല, അവർ തന്നെ ഓഫീസിൽ പോയി അതിൻ്റെ കയറൊക്കെ കൊണ്ടുവന്ന് സ്ലിങ്ങൊക്കെ കൊണ്ടുവന്ന് നമ്മളെ വണ്ടി വലിച്ച് കയറ്റിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു 2 ബോട്ടിൽ, ഒരു നാദയുടെ അൽമറയുടെ ജ്യൂസിൻ്റെ ബോട്ടിലും ഒരു വാട്ടർ ബോട്ടിലും 2-3 ടിഷ്യൂ, 2 ബോട്ടിൽ. എന്നോട് പറഞ്ഞ കുനിഞ്ഞെടുത്തോന്ന് പറഞ്ഞു. തറയെന്ന് കുനിഞ്ഞെടുത്തിട്ട് അതിനടുത്തുള്ള ബലദിയ ഡ്രമ്മിൽ എടുത്തിട്ട് പറഞ്ഞു ഇത് വായിക്കാൻ പറഞ്ഞു. അറബിയ എഴുതിയത് വായിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു മോളെടുത്ത് പറ്റിപ്പോയതാണ്, സോറി മോളെ വേണ്ടിയിട്ട്. മാളൂസ് ആണെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കുന്നവളാണ്. ഒരു വേസ്റ്റ് പുറത്ത് അത് പണ്ട് പറഞ്ഞെടുത്തപ്പോൾ ബലദിയയിലെ പാവങ്ങൾ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായിട്ട് നമ്മളിടുമ്പോൾ ഞാൻ ടിഷ്യൂ അല്ലെങ്കിൽ ചോക്ലേറ്റൊക്കെ ചൂയിങ്കൊക്കെ കഴിച്ചിട്ട് പേപ്പർ ഇട്ട് ഞാൻ തെറി പറയുന്ന അവളെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചത്. അവൾ തറയിലിട്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ഇവിടെ ഏറ്റവും വലിയ ശിക്ഷയാണ്. കാരണം അത്രയും എൻവയോൺമെൻറ്റൽ സെക്യൂരിറ്റി അത്രയും സ്ട്രിക്റ്റാണ് അവിടെ. കാരണം നിയോം പ്രൊജക്റ്റ് വരുന്നത് കൊണ്ട് തന്നെ അത് സൽമാൻ രാജാവിൻ്റെ സ്പെഷ്യൽ സോണാണത്. അവിടുന്ന് വിട്ടില്ല, എടുത്തിട്ടിട്ട് പിന്നാലെ വരാൻ പറഞ്ഞു. നെഞ്ചിട്ടിച്ച് പണ്ടം കീറി പിന്നാലെ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നേരെ പിന്നാലെ പോയി നോക്കുമ്പോൾ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇവരെ പുറത്തിരുത്താൻ പറഞ്ഞു. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർ അപ്പോൾ ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പോലീസുകാർ, അത് മീൻസ് ഫോഴ്സ്, അവർ 2 പേരും തമ്മിൽ ഭയങ്കര സംസാരത്തിന് നീ അവനെ പിടിച്ചത്, അവർ ചെറിയ കുട്ടീനോട് അറിയാതായി പോയതൊക്കെ പറഞ്ഞു. പക്ഷെ മറ്റവൻ പറഞ്ഞു പറ്റില്ല ഇതാക്കണത്. ഞാൻ പറഞ്ഞു സാർ ഓക്കെ ശരിയാണ്, അദ്ദേഹത്തിന് ജോലി ചെയ്തതാണ്, കൃത്യമായിട്ട് ചെയ്തതാണ്. കാരണം എൻവയോൺമെൻറ്റൽ സെക്യൂരിറ്റി എത്രത്തോളം സ്ട്രിക്റ്റ് ആണ് എന്ന് അദ്ദേഹത്തിന് ശരിക്കും ബോധമുള്ളതുകൊണ്ട് ചെയ്തതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു അവിടെ അറബിയിൽ എഴുതണമായിരുന്നു. അറബിയിൽ എഴുതിയാൽ നമുക്ക് മനസ്സിലാവും, ഇംഗ്ലീഷിൽ എഴുതണമായിരുന്നു, ഇംഗ്ലീഷ് എഴുതിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളടുത്ത് അവിടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഫൈന് വരുമോ, എൻ്റെ ഇക്കാമ അടുത്ത മാസം റിന്യൂ ആവേണ്ടതാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന രീതിയിൽ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു മിനിമം സ്റ്റാർട്ടിങ് ഫൈന് 1000 ആണ്, പിന്നെ അങ്ങോട്ട് കയറിയിട്ട് 20,000, 30,000, 50,000 ഒക്കെ വരും, ഞാൻ തീരുമാനിക്കാമെന്ന് അയാൾ പറഞ്ഞു. അപ്പം എങ്ങനെയായിരുന്നാലും ഇപ്പം നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ചായയും കാപ്പിയൊക്കെ തരുക അറിയില്ല, നല്ല ഡ്രിങ്ക്സ് തന്നു കഴിക്കാനാണ്. എനിക്ക് അവിടെ നിന്ന് ചെറിയ സ്വീറ്റ്സൊക്കെ തന്നു. ഇവിടുന്ന് ഒരുക്കുവാണ്. അത് കഴിഞ്ഞ് നല്ല ഫ്രണ്ട്ലി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറേ എനിക്ക് ഇങ്ങനെയാണ് സംഭവം, ഇതൊന്നും ഞാൻ അറിയില്ല, ഞാൻ ഒരു ടൂറിസ്റ്റായിട്ട് വന്നതാണ്, അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, സൗദീനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ടൂറിസ്റ്റുകളെ ഒരുപാട് പേരെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അദ്ദേഹം ഓഫീസർ ചെയ്തത് നല്ല കാര്യമാണ്, അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയൊരു ഫൈൻ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു.
10-15 പേപ്പറിൽ ഫുള്ള് തമ്പ് ഇടിച്ച് ഓരോ പ്രാവശ്യം തമ്പിടുമ്പോഴും നെഞ്ചിങ്ങനെ ഇടിക്കുകയാണ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം അത് അവരുടെ പ്രൊസീജിയറാണ്. ഒരാളെ കൊണ്ടുവന്നു എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് പ്രൊസീജിയറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ 500 റിയാൽ വരെ എങ്ങനെയെങ്കിലും ചെയ്യാം. ടോട്ടലി ട്രാവൽ ചെയ്തിട്ട് കുറേ പൈസ പോയാണെങ്കിൽ ട്രാവൽ ചെയ്യാനുണ്ട്. ഇത് ഞാൻ മാത്രം പറയില്ല, ഈ ഉള്ളിലെ അനുഭവം അല്ലേ, ഞാൻ തളർന്ന്. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സ്റ്റാമ്പ് ചെയ്തിട്ട് അദ്ദേഹം വിട്ടു. അത് കഴിഞ്ഞു നമ്മളെ ടൈമിംഗ് ഒക്കെ മാറിപ്പോയി മൊത്തത്തിൽ. കാരണം അവിടെ നിന്ന് തിരിച്ച് നമ്മൾ തബൂക്ക് റോഡ് പോയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ദുബൈയിലേക്ക് തന്നെ പോകേണ്ടത്, താമസ സ്ഥലത്ത് പോകേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞ സ്ഥലത്ത് അതിലൂടെ പോകേണ്ടത് ഇപ്പോഴത്തോട്ട് ഒരു വഴി കണ്ടപ്പോൾ അതിലൂടെ പോകാമെന്ന് പറഞ്ഞു. അത് ഒരിക്കലും അനുഭവിക്കാത്ത അനുഭവമായിരുന്നു. വഴിക്ക് പോയി ഒരു കാൽഭാഗമില്ല, ഒരു കുറച്ചൊരു 2 കിലോമീറ്റർ പോയി നോക്കും, ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് പോയി നോക്കുമ്പോഴത്തേക്ക് റോഡില്ല. പിന്നെ തിരിച്ചു പോകാനും പേടിയാവാണ്, എങ്ങോട്ട് എന്താ ചെയ്യാന്നറിയില്ല. അപ്പം മുന്നിൽ നോക്കുമ്പം കുറേ ഭാഗത്ത് നോക്കുമ്പോൾ യെല്ലോ കണ്ടു. ശരിക്കും പേടിച്ച് മക്കളെ ഉറക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് കുറച്ച് ധൈര്യം കൂടുതൽ, എന്നെക്കാളും കുറച്ച് ധൈര്യം കൂടുതലാണ്. ഇനി എങ്ങനെയാലും മുന്നോട്ട് തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. മാപ്പിൽ നോക്കുമ്പോഴേക്ക് ഫുള്ള് യെല്ലോ ആണ്. ഏകദേശം 1.25 മണിക്കൂർ നമ്മളെ ഒരു മരുഭൂമിയിൽ പെട്ടെന്ന് ചുറ്റും തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റേ മോഹൻലാൽ തിരിഞ്ഞു നോക്കിയിട്ട് ആരെയും മോഹൻലാൽ നമ്മളെ മറ്റേ ചങ്ങായി പൃഥ്വിരാജ് തിരിഞ്ഞു നോക്കിയ പോലെ തന്നെയാണ്, നടക്കുന്നൊന്നുമില്ല. അതിൻ്റെ നേരെ മുന്നോട്ട് പോകാമെന്ന് വെച്ചു. വേറെ നിവൃത്തിയില്ല. പോകുമ്പോഴും ഒരു ലൈറ്റില്ല, ഒരു വീടുകൾ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നി ഇതെന്തോ സംഭവിച്ചുള്ള സ്ഥലമാണെന്ന് തോന്നി. കാരണം പെട്ടെന്ന് സൈഡിൽ വണ്ടി വരുമ്പോൾ ലൈറ്റ് വന്ന സമയത്ത് ഫുള്ള് അങ്ങോട്ട് മണലും അതും മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുവാണ്. അങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് അത് കയറിയിറങ്ങി ഈ ആരിസിലാണേ പോകുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പേടി. 4x4 ആണേ പേടിയില്ല. അങ്ങനെ കുറേ ഇളകിയിട്ടുണ്ട്. ലാസ്റ്റ് കുറേ ദൂരം അങ്ങ് എത്തിയപ്പോൾ റെഡ് കണ്ടു. മാപ്പിൽ റെഡ് കണ്ടപ്പോൾ ചങ്കം കെട്ടിച്ച്. കാരണം റെഡ് കണ്ടാൽ പിന്നെ ഇല്ല എന്നാണ് അവിടെ നിർത്താക്കുന്നത്. പക്ഷേ എന്നാലും വേറെ നിവൃത്തിയില്ല, പിന്നോട്ട് പോകാൻ ഒരു മാർഗ്ഗമില്ല. പിന്നെ അവിടെ തന്നെ കിടന്നുറങ്ങണം. കിടന്നുറങ്ങി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് അറിയാത്തതുകൊണ്ട് മുന്നോട്ട് പോയി. കാരണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ മണ്ണിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ മണ്ണ് ചിലപ്പോൾ നമ്മളെ കൈ പിടിച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ മുന്നോട്ട് പോയപ്പോൾ റെഡ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെയും പിന്നീട് കുഴിയാണ്. അവിടെ നിന്ന് റോഡ് തീർന്നവിടെ അതാണ് കാണിച്ചത്. റോഡ് തീർന്നിട്ട് പിന്നെ കുഴി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റോഡ് തുടങ്ങുകയാണ്. അതിലൂടെ വണ്ടി ചെരിച്ചിറക്കി മുകളിൽ കയറി. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താ അറിയാമോ, എനിക്ക് അത് ശരിക്കും അത് വല്ലാത്ത അനുഭവമാണ്. കുറച്ച് ഇതുപോലത്തെ അനുഭവം ഒരുപാട് ആൾക്കാരുണ്ടാവും. നമുക്ക് ആദ്യമായിട്ട് അനുഭവിച്ചാണ്. പിന്നെ കുറച്ചങ്ങെത്തിയപ്പോൾ പിന്നെ വെട്ടം കാണാൻ തുടങ്ങി. വണ്ടി പോകുന്ന വെട്ടം കണ്ടപ്പോൾ ഏകദേശം സമാധാനമായി. തിരിച്ച് റൂമിലെത്തി. മലയാളി അവിടെ ഉണ്ടായിരുന്ന കെയർടേക്കറായിട്ട് എൻ്റെ ചങ്ങായി ഇതിലും പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയാണ് നിങ്ങളെങ്ങനെ അതിലൂടെ എന്ത് ധൈര്യത്തിൽ നിങ്ങൾ വന്നത്. സംഭവം എന്നോട് ചോദിച്ചു അതിലുള്ള റോഡ് ഉണ്ടായിരുന്നു ചോദിച്ചു പുള്ളി. ഞാൻ ആ റോഡ് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ ആ ഏരിയ മുഴുവനും ഒലിച്ചു പോയ സ്ഥലമായിരുന്നു. അതൊക്കെ വീണ് കിടക്കുന്നത് കണ്ടത്. അതായത് ദുബൈയിൽ നിന്ന് ബാക്കിലായിട്ട് അവിടെ പോയി കിടന്നുറങ്ങി. രാവിലെ നേരെ നമ്മൾ മഗ്നയിൽ. പിന്നെ അങ്ങോട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പ്ലേസസാണ്. യഥാർത്ഥമായ മൂസാ നബി കടന്നു വന്ന സമയത്തുണ്ടായിരുന്ന കൂടുതൽ ചരിത്രങ്ങൾ അറിയില്ല. ആ സമയം അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു പോയി കണ്ട സ്ഥലങ്ങളാണ്. വടി കൊണ്ടടിച്ച സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഉറവ, മൂസാ നബിയുടെ കിണറുകൾ. 10 വർഷം മൂസാ നബി ഷുഐബ് നബിയുടെ ആ ഒരു സ്ഥലത്ത് വന്നപ്പോൾ 10 വർഷം താമസിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായവർ മരിച്ച സ്ഥലത്ത് അവരെ അടക്കം ചെയ്ത സ്ഥലത്ത്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. പറ്റുവാണെങ്കിൽ പോകണം അവിടെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിയോമിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയോ ഭാഗങ്ങളിപ്പം ലോക്ക് ചെയ്തിട്ടുള്ളത്. നിയോമിന് ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ തബൂക്കിലേക്ക്. തബൂക്കും കാണാനുള്ള അടിപൊളി സ്ഥലമാണ്. നേരെ അലൂലേക്ക് വിട്ടു. അവിടെ നിന്ന് അലൂല നല്ലൊരിതാണ്. അലൂല കാണേണ്ട സ്ഥലം തന്നെയാണ്. അലൂലയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് പറയുന്നവർക്ക്. പിന്നെ അലൂലയിൽ നിന്ന് നേരെ തിരിച്ചിട്ട് ഹായിൽ വന്ന് ഒരു ദിവസം അലൂലയിൽ തങ്ങി. ഹായിൽ നിന്ന് പിന്നെ ബുറൈദയിലേക്ക് എത്തി. ബുറൈദയിൽ നിന്ന് നമ്മളെ സുഹൃത്ത് അദ്വനെയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഹായിൽ നിന്ന് അതിൽ ഒരുപാട് പേര് കാണാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിയാദിലെത്തി. റിയാദിൽ നിന്ന് തിരിച്ച് കോബാറിലേക്ക് എത്തി. ഇനി ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ യാത്ര ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം കണ്ടാലും തീരാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ സൗദി അറേബ്യയിൽ കാണാനുണ്ട്. സൗദിയിലൊന്നുമില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ സൗദിയിൽ കാണാൻ ചില ആൾക്കാർക്ക് പറയാറുണ്ട് സൗദിയിലൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ സൗദി കാണാൻ ഒരുപാടുണ്ട്. സൗദിയാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഫെബിനെ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് വിളി ഇയർ മെഗാ ഡീൽ നടക്കുവാണ്. അപ്പൊ ഈ ഓഫർ ആരും മിസ് ചെയ്യണ്ട. സൗദി അറേബ്യയുടെ മണ്ണിൽ കണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നല്ല വർക്കത്താണ്. അത് പ്രവാസിയായിരിക്കുന്ന സൗദിയിൽ വരുന്ന എല്ലാവരും പറയും പൈസക്കൊരു വർക്കത്തുള്ളൊരു സ്ഥലമാണ്.
അത് നമുക്കൊരു ആസ്വാദനമായി മാറുക എന്ന് പറയുന്നത് ആ പൈസ കിട്ടുമ്പോൾ കയ്യിലുണ്ടാകുന്ന സന്തോഷം. പ്രവാസം എന്ന് പറയുമ്പോൾ പ്രവാസത്തിൽ എന്ത് സമ്പാദിച്ചു എന്നാണ് എല്ലാവരും ആദ്യം ചോദിക്കുക. പ്രവാസത്തിൽ സമ്പാദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് സമ്പാദിച്ചത്? അല്ല, എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നല്ല ബന്ധങ്ങൾ, അതൊരു കാര്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നൃത്തം, എൻ്റെ ഒരു പാഷൻ നൃത്തം തന്നെയാണ്. അപ്പോൾ അതിലൊരു കിട്ടുന്ന സമ്പാദ്യം നമ്മുടെ കുട്ടികളെ, കുറച്ച് അധികം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റി. ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. നല്ല അവരുടെ മാതാപിതാക്കളായാലും നല്ല സപ്പോർട്ടീവാണ്. അങ്ങനെയുള്ള കുറച്ച് നല്ല ബന്ധങ്ങൾ അന്നും ഇന്നും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നല്ല സൗഹൃദങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് കണക്കാക്കുന്നത്. അതായത് നമ്മൾ പണം കൊടുത്താൽ കിട്ടാത്ത സമ്പാദ്യം അത് തന്നെയാണ്. അത് നാട്ടിലായിരുന്നാലും ഇവിടെ ആയിരുന്നാലും പ്രവാസത്തിലെ ഇത് ഒരു സൗഹൃദത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സമ്പാദ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇപ്പം നമ്മളിവിടുന്ന് ഉള്ള ബന്ധം എന്ന് പറയുന്നത് നാട്ടിൽ പോയി കഴിഞ്ഞാലും, ഇപ്പം നാട്ടിലേക്ക് ഒരുപാട് പേര് എക്സിറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ട്. അവരായിരുന്നാലും ഇന്നും ആ ബന്ധം, അതായത് പ്രവാസത്തിലെ നമ്മുടെ നാട്ടിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് നാട്ടുകളിൽ എപ്പോഴും കാണുന്നവർ തമ്മിലാണ്. പക്ഷെ പ്രവാസത്തിലുള്ളവരെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ പടക്ക് തൊട്ട് തെക്ക് വരെ ഉള്ളവരാണ് എല്ലാവരും. മാത്രമല്ല നമ്മൾ ഈ ഒത്തുകൂടലും അല്ലേ, നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അംഗീകാരങ്ങളായാലും അത് സമ്പാദിക്കാനാണ് പ്രവാസത്തിൽ വന്നത്. പക്ഷേ കിട്ടിയ സമ്പാദ്യം മുഴുവനും ഈ സമ്പാദ്യത്തെക്കാൾ ഉപരി നല്ല ബന്ധങ്ങളാണ്. അതാണ് നമുക്ക് ആവശ്യം. എല്ലാവർക്കും, കൂടുതൽ പേർക്കും സമ്പാദ്യം. പിന്നെ അനാവശ്യമായ ചർച്ചകൾക്കോ അനാവശ്യമായ ലൂസ് ടോക്കുകൾക്കൊന്നും പ്രവാസികളിൽ കൂടുതൽ സമയം കളയാറില്ല. അതിൽ ജാതിയുമില്ല, രാഷ്ട്രീയമില്ല, മതവുമില്ല, എല്ലാം ഉണ്ട് ഇവിടെ. ജാതിയുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയം എല്ലാം ഉണ്ട്. ഞാൻ കണ്ട ഒരു പ്രവാസമാണ് എൻ്റെ മനസ്സിൽ. ഇനി അത് ആർക്കും തെറ്റായി തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക, പക്ഷേ തെറ്റായി തോന്നുന്നില്ലായിരിക്കും. ജാതിയും മതവും രാഷ്ട്രീയം ഒന്നും എല്ലാം ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിനും ഒരു പരിധി എന്ന് പറയുന്നത് സൗഹൃദം തന്നെയാണ്. ആ സൗഹൃദം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം എന്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും എല്ലാ അസോസിയേഷനൊക്കെ പ്രോഗ്രാമിന് പോകുന്നത് കൊണ്ട് കൃത്യമായിട്ട് അറിയും. ഇപ്പം ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരുപാട് സംഘടനകളുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള. ഏതിൽ പോയി കഴിഞ്ഞാലും അടുത്ത സംഘടനയുടെ ആൾ ആ ഒരു അതിൻ്റെ മുന്നിലെ സീറ്റിലുണ്ടാവും. ഇപ്പം നവോദയമാണ്, YCC ഉണ്ടാവും, KMCC ഉണ്ടാവും, ആരായിരുന്നാലും അതിൻ്റെ കൂടെ നവയുഗം ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള തന്നെയാണ്. ഒരു വിഷമം, പ്രവാസി എന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടെ ഉണ്ടാവും, കൂടെ കൈത്താങ്ങായിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് ശരിക്കും നമുക്കൊരു സമ്പാദ്യം, ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സമ്പാദ്യത്തെ കോട്ട് ചെയ്തുകൊണ്ട് പ്രവാസം പഠിപ്പിച്ച, ഇപ്പോൾ കുറച്ചായിട്ട് പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഏറ്റവും വലിയ അനുഭവമുണ്ട്. കാരണം നമ്മൾ ആരോട് ചിരിക്കുന്നുണ്ടെങ്കിലും ആരോട് പറയുന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നത് ചിരിച്ചുകൊണ്ട് തന്നെയാണ്. കഴുത്തറക്കാനായിട്ട് പറയുന്നതാണെങ്കിൽ കഴുത്തറക്കാനായിട്ട് തന്നെ പറയാറ്. പക്ഷേ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് കൂടെ നിന്നിട്ട് തിരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൈവഴിയുമ്പോഴെന്ന് പറയുന്നത് അത് ഭയങ്കര വേദന തന്നെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ, അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങളിൽ നിന്നാകുമ്പോൾ നമുക്ക് അത് പിന്നെ നാട്ടിലായിരുന്നാലും ഇവിടെ ആയിരുന്നാലും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മാറ്റങ്ങളും വരില്ല. അത് അവരെ മോശമാണ്. അത് പ്രവാസിയായിരുന്നാലും സ്വദേശിയായിരുന്നാലും ഇൻബോൺ ടാലന്റ് ആണ്. ഇൻബോൺ ടാലന്റ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാക്സിമം എക്സ്പോഷർ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ്. മാക്സിമം എക്സ്പോഷർ ആവാൻ വേണ്ടിയിട്ട് ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കാൻ നിൽക്കും. അതിനുശേഷം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മേച്ചിൽ പുറം നേടിയിട്ട് പോകും. ആ മേച്ചിൽ പുറത്ത് ചിലപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ പോകുമായിരിക്കും. പക്ഷെ അവിടെയും ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ, അത് നമുക്കറിയില്ല. ഒരാളെ ഇതിനനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര വിഷമമുണ്ടായിരുന്ന സംഭവമാണ്. പക്ഷേ പെട്ടെന്ന് ആ വിഷമം മാറി സംഭവം കൃത്യമായിട്ട്. അത് അങ്ങനെയാണ്, ഇങ്ങനെയും ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മാറി. പക്ഷെ ആ വിഷമം ഒരിക്കലും വിഷമമല്ല, അത് ആർക്കും വരാതിരിക്കട്ടെ. അങ്ങനെ വിഷമങ്ങൾ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരാളെ ആക്കുമ്പോഴും നമുക്ക് മനസ്സിലാവില്ല അവരെങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയുള്ള വിഷമങ്ങൾ നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തിപ്പെടുന്ന വിഷമങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ഒരു വിഷമം പ്രവാസത്തിലുണ്ടായി നല്ല രീതിയിൽ. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന വിഷമം എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ചെറിയൊരു വിഷമം വെച്ചാൽ വേറൊന്നും അല്ല. നമ്മള് അത് പറയണം, അതില്ലേ മോശമാണ്, അതുകൊണ്ടാണ് പറഞ്ഞേ പറ്റും. വേറൊന്നും കൊണ്ടല്ല, അതിപ്പം കുറച്ചായിട്ട് ടീച്ചർ ഡാൻസ് പ്രോഗ്രാമിന് പോകുന്ന സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പൈസ മേടിക്കാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം, അത് വല്ലാത്ത മനസ്സിൽ ഉള്ളിൽ തട്ടുന്ന ഒരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഈ 14 വർഷമായിട്ട് ഇന്നേ വരെ റിയാൽ പോലും ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നേ വരെ ഒരു പൈസ മേടിച്ചിട്ടില്ല. പിന്നെ ദക്ഷിണ, അത് കുട്ടികളെ പുതുതായിട്ട് ഡാൻസ് പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, ഒരു വിദ്യ അഭ്യസിക്കുമ്പോൾ ഒരു ദക്ഷിണ മേടിക്കണം എന്നുള്ളത്. കാരണം പറയുന്നത് പേരൻസ് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് ചോദിച്ചപ്പോൾ അതെനിക്ക് ശരിക്കും അത് വിഷമമായി. കാരണം വെച്ചാൽ നമ്മൾ കുട്ടികളെ പെർഫോം ചെയ്യിക്കാന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കും ഓരോ സ്റ്റേജ് കിട്ടാന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണ്. സർട്ടിഫിക്കറ്റ് മാത്രമാണ്. നമ്മൾ അസോസിയേഷൻകാരായി നമ്മൾ ആരെ വിളിച്ചാലും നമ്മൾ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൊരു മൊമെന്റ് അത്ര പൈസ വാങ്ങിച്ച് അങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ തെറ്റിദ്ധാരണയാവും. പേര് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചോന്ന് അറിയില്ല കേട്ടോ.
വാങ്ങിക്കുന്നവർ നന്നായിക്കൊള്ളട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്കത് കേൾക്കുമ്പോൾ ഇപ്പൊ ഈയിടെയായിട്ട് കേൾക്കുമ്പോൾ ഒരു വിഷമം. എൻ്റെ കൂടെ കൂടിയതിന് ശേഷം വിഷമങ്ങളൊന്നും കുറേ കാലം പോകാറില്ലല്ലോ, കുറച്ച് കാലം നമ്മൾ തീർന്നിട്ടില്ല. പിന്നെ അത് സ്ട്രോങ് ആയി മാറും. ബി പോസിറ്റീവ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. പ്രവാസത്തിൽ നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാസത്തിൽ നഷ്ടമൊന്നുമില്ല. പ്രവാസത്തിൽ വന്നിട്ട് നേടിയത് എല്ലാം പോസിറ്റീവായിട്ടും എല്ലാം നല്ലത് മാത്രമാണ്. എല്ലാം ഗ്രോത്ത് ആയിട്ട് തന്നെയാണ്. ഒന്നും നഷ്ടപ്പെട്ടില്ല. കാരണം ഒന്നുമില്ലാതെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് നേടിക്കഴിഞ്ഞാലും, സമ്പാദ്യമായിരുന്നാലും പണമായിരുന്നാലും എന്തായിരുന്നാലും എല്ലാം കിട്ടിയത് ഇവിടെ പിന്നെ അതിലൊരു സന്തോഷം നമ്മൾ കുടുംബമായിട്ട് ഒരുമിച്ച് നേരത്തെ പറഞ്ഞ ഇല്ലെങ്കിൽ പോലും ഒരുമിച്ച് ജീവിക്കാമല്ല ഏറ്റവും വലിയ ഇത്. പക്ഷെ അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിട്ടുണ്ട്. എന്തെങ്കിലും അച്ഛനും അമ്മയൊക്കെ മാറി നിൽക്കുമ്പോൾ അതിനിടയിൽ അവരൊക്കെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചവർ കൂടെ ശ്രമിച്ചു. പേരൻസ് ഇല്ല എന്നുള്ളത് ഒരു നഷ്ടം തന്നെയാണ് പ്രവാസികൾക്കിടയിൽ. അത് പിന്നെ മീൻസ് ഫാമിലി ഇല്ലാതെ, അതായത് ഭാര്യയും മക്കളും ഇല്ലാത്തത് അത് വലിയൊരു നഷ്ടം, ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണത്. പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ അവർ കൂടെ ഇല്ലാതെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ട പ്രവാസികൾ. അതൊരിക്കലും പ്രവാസിക്ക് തിരിച്ച് കിട്ടില്ല. അത് കിട്ടാത്തതുകൊണ്ടാണ് പട്ടിണി ആയാൽ പോലും കൂടെ ജീവിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ല. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞില്ലേ, ഈ മണ്ണ് ഒരു ശക്തിയുള്ള മണ്ണാണ്. ഈ മണ്ണ് നമ്മൾ നല്ലത് ചെയ്ത് എല്ലാവരും എവിടെയായിരുന്നാലും, പക്ഷേ ഇവിടുന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും സത്യമായിട്ടും ആരെയും ഉപദ്രവിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പേടിയും വേണ്ട. കാരണം നിന്ന നിപ്പിൽ പണി പോയനവനെ നിന്ന് നിപ്പ് അത് നഷ്ടത്തിൽ പെടില്ല. അത് ഏറ്റവും വലിയ നഷ്ടമായിരുന്നു. അത് നല്ലൊരു ജോലി പെട്ടെന്ന് നിന്ന് നിപ്പിൽ പോയതിനാൽ നാളെ നാട്ടിൽ പോകുമ്പോൾ തലേന്ന് ജോലി പോയനവനെ. പക്ഷേ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അന്ന് പോയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു വാക്കാണ്, ഞാൻ എൻ്റെ അറിയുന്ന ആൾക്കും കൊടുക്കുന്ന ഒരു അഡ്വൈസാണ്, ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തിട്ടില്ല, ആർക്കും ഉപദ്രവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈവിടില്ല. അവർക്ക് നല്ലത് അത് എൻ്റെ അനുഭവമാണ്. 1, 2, 3 തവണ ഉണ്ടായ അനുഭവമാണ്. പഴയതിനേക്കാളും നല്ല തന്നെ വരും. ഇതേ അവസ്ഥയിൽ 2-3 വിഷമിപ്പിച്ചവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്കന്ന് ജോലി പോയ സമയത്ത് നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വ്യക്തി കാണുവാനുള്ള വ്യക്തിക്ക് മനസ്സിലാവും, ഒന്നും പേടിക്കണ്ട, നിങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തളരില്ല. നേരെ തിരിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് നല്ലൊരു ജോലിയും കിട്ടി അടിപൊളിയായിട്ട്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അന്ന് നമ്മുടെ ഡാൻസുമായിട്ട് ആ സമയത്ത് ഇവകളെ ഡാൻസാണ്. 5 മാസം പണിയില്ലാണ്ട് നല്ല സുഖസുന്ദരമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ നിവൃത്തിയില്ല. പണി തന്നപ്പോൾ പണി പോയി. പണി കിട്ടാൻ കുറച്ച് വിഷമം വന്നു. ആ സമയത്ത് അതാണ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ, അതായത് കെട്ടിയവനല്ല, എന്താ അവളെ പേരിലല്ലേ അറിയപ്പെട്ടു എന്ന് പറഞ്ഞതിൽ അഭിമാനം കൊണ്ട് എന്ന് പറയുന്നത്, ആ പണത്തിൽ ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു. അതാണ് അഭിമാനം. ഏത് സമയത്ത് ആരാണ് എവിടെയാണ് നമ്മൾക്ക് സഹായത്തിന് വരുവാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിച്ചക്കാരനെ പോലും നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തി കാണരുത്. ആ ഒരു അനുഭവം, ചെറിയൊരു അനുഭവം കൂടെ ഞാൻ പറയുകയാണ്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജാസ്പോളിൽ എങ്ങനെയോ എൻ്റെ കയ്യിൽ പൈസ തീർന്നുണ്ടോ, ഇതൊക്കെ വാങ്ങിച്ച് പൈസ തീർന്നു. ജാസ്പോളിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല. അന്നേരം എന്തോ 1 രൂപ എന്താണ്, 1 രൂപ 75 പൈസ എന്താ വേണ്ടുന്നത് വീട്ടിലേക്ക് ടിക്കറ്റിന്. ഇല്ലാത്തപ്പോൾ നമ്മളെപ്പോഴും ചിരിക്കുന്ന ഒരു ചെരുപ്പ് കുത്തിയുണ്ട് അവിടെ. എൻ്റെ പേര് എനിക്ക് പറഞ്ഞ പ്രദീപൻ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്ക് വീട്ടിൽ പോകാൻ പൈസ ഇല്ല, എന്തും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അവൻ എനിക്ക് 5 രൂപ എടുത്ത് തരുവാണ്. നമ്മൾ 5 പറഞ്ഞാൽ എനിക്ക് 1 രൂപ തന്നാൽ മതി. ആ 1 രൂപയായിട്ട് അന്ന് ഒരു വലിയൊരു പാടം ഉണ്ടായിരുന്നത്. അത് ചെരുപ്പ് കുത്തി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ മൈൻഡാക്കാമെന്ന് അറിയില്ല. അവനിപ്പം കാണാനില്ല. അവിടെ ജസ്പോളിൽ അവിടെ ഇരിക്കുന്നവനായിരുന്നു. കോർണറിൽ തന്നെ നമ്മുടെ ഇരിക്കുന്നത്. 2 പ്രാവശ്യം പോയിട്ട് അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളാരെ എവിടുന്ന് നമ്മൾക്ക് ഉപകാരം വരുമോ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല, അത് എവിടെയായിരുന്നാലും. അപ്പൊ ഇപ്പൊ തന്നെ ഫെബിനെ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് സെവിലി ഇയർ എൻഡ് മെഗാ ഡീൽ നടക്കുവാണ്. അപ്പൊ ഈ ഓഫർ ആരും മിസ് ചെയ്യണ്ട. ഇവിടെയുള്ള ഓർമ്മകൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുക, ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുന്നത് നീ ഓർമ്മകൾ എന്നുള്ള ഷോർട്ട് ഫിലിം തന്നെയാണ്. എല്ലാവരുമായിട്ട് ജഗബച്ചനൊക്കെ ആയിട്ട് നല്ല ബന്ധമായതും ആ രീതിയിലൊക്കെ വന്നത് അവിടെ നിന്നാണ്. നല്ല രീതിയിൽ കയ്പും മധുരൊക്കെ ആയിട്ടുള്ള നല്ല ഓർമ്മകളായിട്ട് ഇപ്പോഴും ഉണ്ട്. അതിങ്ങനെ പോകും. എപ്പോഴും മനസ്സിലുണ്ടാവുന്ന ഓർമ്മയാണ്. കാരണം അതൊരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല ഓർമ്മകളാണ്. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്, മോശം ഓർമ്മകളുണ്ട്. പക്ഷേ ഏറ്റവും രണ്ടും കൂടെ ഇടകലർന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത് പെട്ടെന്ന് ചോദിച്ചൊരു ചോദ്യത്തിന് പ്രവാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നാട്ടിലെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, മെയിനായിട്ട് പോകുന്നത് അമ്പലങ്ങളിലാണ്. അമ്പലങ്ങളിൽ പോകാൻ ദിവസങ്ങളൊക്കെ ഞാൻ അമ്പലങ്ങളിൽ പോകും. അതെനിക്ക്
നികത്താൻ പറ്റാത്തൊരു നഷ്ടം തന്നെയാണ്. പിന്നെ കുറേ സൗഹൃദങ്ങൾ പിന്നെ കുറേ സൗഹൃദങ്ങൾ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ബലം പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ നഷ്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ പോലെ എന്നാലും എപ്പോഴും ഓർക്കുമ്പോൾ ചില രീതിയിൽ അത് വെക്കേഷൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര നഷ്ടമായിട്ട് തോന്നും. കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര നാട്ടിൽ ഇടയ്ക്ക് ഇപ്പം നമ്മളെ വെക്കേഷനിൽ പോകുന്ന സമയത്ത് ആ സൗഹൃദം ചെറിയ രീതിയിലൊക്കെ പുതുക്കാൻ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആകുമ്പോഴേക്ക് ഇവിടെയുള്ള സൗഹൃദങ്ങളും ഇവിടെയുള്ള നാട്ടിലെ നടവരമ്പുകൾക്ക് പകരം ഇവിടെയുള്ള നമ്മളെ പാർക്കിലെ വഴികളിലൂടെ നടക്കുമ്പോൾ അത് നേരെ തിരിച്ചു വരും. ആ ബന്ധങ്ങളും ആ ചിരികളും ആ ഒരു സൗഹൃദങ്ങളൊക്കെ നേരെ തിരിച്ചു വരും. പക്ഷേ ഏതൊരു പ്രവാസിയും തിരിച്ച് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴായിരുന്നാലും ഇപ്പം എപ്പോഴും പോകേണ്ടി വന്നാലും വർഷങ്ങൾ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും അവൻ എന്നും പ്രവാസത്തെ ഓർക്കും. കാരണം അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് നൽകിയത് പ്രവാസം തന്നെയാണ്. ആ പ്രവാസത്തിനോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് പ്രവാസിയെ എന്നും കടപ്പെട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പക്ഷെ നമ്മളിപ്പം പോകില്ല. നമ്മൾ എത്രത്തോളം നിൽക്കാൻ പറ്റുമോ ഫുള്ള് പെർമനൻ്റ് ഐഡി അടിച്ചു വരാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. എത്രയും സന്തോഷത്തോടെ സമ്പാദ്യത്തെക്കാൾ ഉപരി ഇവിടെയുള്ള ആ ഒരു ഫ്ലോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശരിക്കും കുറച്ച് നല്ല ബന്ധങ്ങളും അല്ലേ. ഏറ്റവും ഞാൻ പറയുന്ന ആ ഒരു നമ്മൾ ഈ സ്ഥലത്ത് ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ്. എല്ലാവരെയും പോലെ തന്നെ എത്ര വർഷം ഇവിടെ കഴിഞ്ഞാലും ഇനി കഴിയാനുള്ളത് കഴിഞ്ഞാലും മറക്കില്ല ഈ ഒരു പ്രവാസം ഒരിക്കലും. മറക്കില്ല ഞാൻ ഈ പ്രവാസം.